ഹായ് ഹലോ, ഇന്ന് നമ്മൾ എത്തിയുള്ളത് യെസ് ഷുക്കൂറെ, അൻവർ, സിദ്ദീഖ് എല്ലാവരും ഉണ്ട്, സാദിഖ്, സറഫു, മനീഷ്, അനീസ്. ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അനങ്ങനടി മലയാണ്. അനങ്ങനടി മലയുടെ സാധാരണ നമ്മൾ വരുന്ന സ്ഥലമല്ല, ഇത് വേറൊരു സ്ഥലം. ഇത് നമുക്ക് കാണിച്ചു തന്നത് ഇതാ മിസ്റ്റർ സാദിഖ്. അപ്പോൾ എന്തായാലും അടിപൊളി പ്ലേസ് ആണ്. ഇങ്ങോട്ട് ഈ പറയുന്ന പോലെ ഇക്കോ ടൂറിസം ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന വേഴ്ത്തി വീഴല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും ഹൈറ്റിലടക്കം ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. പോലുള്ള സാധനം നല്ല മഴ പെയ്ത ഒരു പക്ഷേ വെള്ളച്ചാട്ടം പോലുള്ളൊരു സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു മഴയായിരുന്നു, പക്ഷെ ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി വ്യൂ പോയിന്റ്. അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പക്ഷെ ഇതൊന്നും ആരും ഒരു അറിയുന്ന ഒരു സ്ഥലമല്ല എന്നാണ്. ഫാമിലി ആയിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, പക്ഷെ ഒറ്റക്ക് വരരുത്. ഒരു 3-4 ഫാമിലി ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫാമിലി ആയിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. 3-4 ഫാമിലി വരണം. ഒറ്റപ്പെട്ടിട്ട് വരാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ്. പിന്നെ കുട എന്തെങ്കിലും കയ്യിൽ വെച്ചോളൂ. നല്ല കാറ്റുണ്ട്, അതാണ് ഇവിടുത്തെ വേറൊരു ആംബിയൻസ്. കാറ്റ് സൂപ്പർ കാറ്റാണ്, സൂപ്പർ അടുത്ത് എറിയുന്ന തരത്തിലുള്ള കാറ്റാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇപ്പൊ ബീഫ് ബിരിയാണി കഴിച്ചിട്ട് എന്താ നിങ്ങൾക്ക് നടക്കാൻ വയ്യേ? കാറ്റൊക്കെ ഉണ്ട്, സൂപ്പർ അല്ലേ. ഉനൈസാ എങ്ങണ്ട്? കുത്തനുള്ള കയറ്റാട്ടോ. കാറ്റുണ്ടോ? എങ്ങണ്ട്? ഏകദേശം കിലോമീറ്റർ ഓളം നടന്നു. കഥച്ചല്ലേ നടന്നു. പക്ഷെ കുഴപ്പമില്ല, കയറി വരുന്തോറും മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും രുചി കൂടുന്ന പോലെ കയറി വരുന്തോറും അനങ്ങനടി മലയുടെ ഒരു രക്ഷയില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഏറ്റവും മുകളിലാണ്. ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയുള്ളത് കേട്ടോ. ഹൈ എൻഡാണ്. ഈ ഭാഗത്ത് കയറാൻ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഫുൾ ടൈം കാറ്റാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി വന്നുള്ള ക്ഷീണം ഉണ്ടല്ലോ, ഈ നല്ല തണുത്ത കാറ്റിങ്ങനെ നമ്മുടെ ദേഹത്തൂടെ അടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം കംപ്ലീറ്റ് പോകും. അടിപൊളി, എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അനങ്ങനടി മലയുടെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഏരിയയുടെ പേരറിയില്ല, പക്ഷേ ഇത് ചെറുപ്പശ്ശേരി പാലക്കാട് റൂട്ടിലുള്ള അനങ്ങനടി മല. ആ ഒരു രക്ഷയില്ല കേട്ടോ നൈസ്, അടിപൊളിയാണ്. ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ മലയുടെ. ഇതാ എന്താ ഭംഗി. ആ ഒരു ഭാഗത്തു നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. അതാ കാണുന്നു, അത് റോഡാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സുഖമാണ് നിലാവ്, എന്ത് രസമാണ് കാറ്റ്, എന്നരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണ് സന്ധ്യ. നല്ല ഭംഗി കേട്ടോ ഉനേശ ഈ മരത്തിന്റെ ഭാഗം. മഴക്കാലത്ത് നല്ല ഗ്രിപ്പുള്ള വല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക. അനീസ് വുഡ്ലാൻഡിന്റെ ഷൂ ഒക്കെ ഇട്ടാണ് കയറിക്കണത്. ഇവിടുത്തെ ഒരു മനോഹാരിത ഇവിടുത്തെ പച്ചപ്പ് തന്നെ കേട്ടോ. ഈ പച്ചപ്പും ഇവിടുത്തെ ഈ കാറ്റും സ്ട്രെസ് റിലീസാൻ ഈ ഒരു ഏരിയയിൽ വന്നാൽ മതി. ചിന്ന ചിന്ന ടെൻഷൻസുകളൊക്കെ
അനീസ് ബാബു ടെൻഷൻ എന്തായാലും സോൾവ് ആവില്ല. കുറച്ച് നേരം ആക്കി അത് മറന്നിങ്ങനെ ഇരിക്കുക ഇവിടെ.